ഒന്ന് പറയട്ടെ എന്താ സംഭവം ഓക്കെ. വളരെ സന്തോഷവും അതോടൊപ്പം ഒത്തിരി സങ്കടമുള്ളൊരു നിമിഷമാണ്. ഇന്നസെൻറ്റിൻ്റെ ക്യാൻസർ വാർഡിൽ നിന്ന് ചിരി എന്ന പുസ്തകം 1,00,000 കോപ്പി. മാതൃഭൂമിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പുസ്തകം 1,00,000 കോപ്പി പ്രിൻ്റ് ചെയ്യുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെ ഒക്കെ പുസ്തകങ്ങൾ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നെഹ്റു തന്നെ പറഞ്ഞത് എൻ്റെ പബ്ലിഷർ എന്നാണ്. അതുമായിട്ട് കമ്പയർ ചെയ്ത് പറയില്ലെങ്കിലും ഇന്നസെൻറ്റിൻ്റെ പുസ്തകം ആണ് ആദ്യമായിട്ട് 1,00,000 കോപ്പി അടിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ ഇന്നസെൻറ്റിൻ്റെ കൂടെ അത് എഴുതാൻ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി. അന്നത് ഇന്നസെൻറ്റിൻ്റെ ജീവിതത്തിൽ വിട്ടുപോകുമെന്ന് തീരുമാനിച്ചിരുന്ന ഒരു സമയത്ത് എന്നാലും ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണമെന്നുള്ള തുടങ്ങിയതാണ്. പക്ഷെ ആ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞതോടുകൂടി അത് വേറൊരു തലത്തിൽ ഇത്തരം ഈ രോഗമുള്ള ആളുകൾക്ക് വളരെ സാന്ത്വനമായി ഇതൊരു മരുന്ന് പോലെ പ്രവർത്തിച്ചുകൊണ്ടത് ഒരു അത്ഭുതകരമാണ്. ഒരു പുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സംഭവിച്ചത്. ഇനി ഈ നിമിഷം നമുക്ക് വലിയ ചടങ്ങുകളൊന്നും ഇല്ലാതെ ഇന്നസെൻറ്റുമായിട്ട് ഏറ്റവും അടുത്തുള്ളൊരു പക്ഷേ ഇന്ന് ഇന്നസെൻറ്റ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഒരു നടനായിട്ട് ഈ സിനിമയിലുണ്ടാവുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ എത്തിയവരെല്ലാം ഇന്നസെൻറ്റിൻ്റെ ഫാമിലി ആണെങ്കിലും സത്യനന്ദിക്കാണെങ്കിലും മോഹൻലാലാണെങ്കിലും ആന്റണി പെരുമാളാണെങ്കിലും പുതിയ തലമുറയിലുള്ള ആളുകളാണ്. എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ഇന്നസെൻറ്റ്. അത് സത്യനന്ദിക്കാരൻ നൽകി മോഹൻലാൽ ആ 1,00,000 കോപ്പി പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യണം. നമ്മളെല്ലാവരും ഇന്നസെൻറ്റ് ഓർക്കാത്ത ഒരു ദിവസവും ഉണ്ടാവില്ല. പേഴ്സണലായിട്ട് ഞാൻ രാവിലെ വിളക്ക് വയ്ക്കാൻ തീപ്പെട്ടി കത്തിക്കുമ്പോൾ ഇന്നസെൻറ്റ് നോക്കാം. അപ്പോൾ ഈ ഒരു സന്തോഷവും സങ്കടവും ഉള്ള ഈ നിമിഷത്തിൽ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറഞ്ഞ പുസ്തകം സത്യനന്ദിക്കാരൻ നൽകിക്കൊണ്ട് ഇന്നസെൻറ്റ് ഫാമിലിയുടെയും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്യാൻ ബഹുമാന്യനായ പ്രിയപ്പെട്ട മോഹൻലാൽ. എല്ലാവരും അതൊരു ഔപചാരികമായ ചടങ്ങൊന്നുമില്ല. ഇന്നസെൻ്റ് ഔപചാരികത തീരെ ആഗ്രഹിക്കാത്തവരായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇന്നസെൻ്റ് ഒരിക്കലും അനുഭവമില്ല. ഒരു ദിവസം പോലും ഇന്നസെൻ്റിനെ പറ്റി ആഗ്രഹിക്കാത്ത ദിവസമില്ല.